ഞാൻ നിങ്ങളൊരു കവർ കാണിക്കാനായിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു കവറാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്. ഇതെന്താണ് സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ഒരു 90% ആൾക്കാർക്കും അല്ലേ, ഒരു 90% ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഒരു കവറിൻ്റെ അകത്തുള്ളത്. അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ, ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് ഞാൻ കുറച്ച് ദൂരേന്ന് കൊണ്ടുവന്നതാണ്. ഈ സാധനം കുറച്ചധികം ദൂരേന്ന് കുറെ യാത്ര ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നൊരു സാധനമാണിത്. പക്ഷെ നോർമലി നമുക്ക് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെന്താണ് സംഭവം എന്നാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തൊന്ന് കാണിക്കാം അല്ലേ. സംഭവം എന്താന്ന് ചോദിച്ചാൽ തുറക്കാലമ്മേ. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു സർപ്രൈസ് ആണ്. ഇതിന്റെ അകത്ത് 2 കവറും കൂടി ഉണ്ട്. അപ്പൊ ഈ കവറൊന്ന് മാറ്റാം. ഓക്കെ, അടുത്തൊരു കവറ്, ഇനി ഒരു കവറും കൂടി ഉണ്ട് കേട്ടോ. അടുത്ത കവറും കൂടി എടുക്കാൻ പോവാണ്. ഓക്കെ, ഇത് കണ്ടല്ലേ. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒറ്റവാക്കി പറയാം. ഇതെന്താണെന്ന് പറയണോ അതോ തുറന്ന് കാണിക്കണോ? തുറന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ 2 ദിവസമായിട്ടേ നമ്മൾ രാവിലത്തെ ഒരു കാര്യം പറഞ്ഞു. 2 ദിവസമായിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാവിലെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ വീഡിയോ എടുത്തിടുന്നുണ്ട്. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, അത് രണ്ടും കൂടെ ഞാനും അമ്മയും കൂടെ സാധാരണ നോർമലി നമ്മൾ പണ്ട് മുതൽ ഞാനും അമ്മയും കൂടെ കൂടിയാണ് എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളത് കാണണം. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂറേ ഉള്ളൂ അല്ലേ. ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസും ഉച്ചയ്ക്കുള്ള സാധനം, കറികളും ഒക്കെ ഏതാണ്ട് വീട്ടിലെ പണി മൊത്തം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി തീർക്കും. അപ്പൊ അതാണ് രാവിലെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പൊ നിങ്ങളത് കാണണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഈ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പരിപാടികൾ തീരുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസിപ്പീസ്, അപ്പൊ ഒരു വീഡിയോയിൽ തന്നെ ഒരു 3-4 റെസിപ്പിയൊക്കെ കാണും. കാരണം ബ്രേക്ക്ഫാസ്റ്റ്, അതിന്റെ കറി, ഉച്ചക്കത്തെ ചോറ്, അതിന്റെ കറികൾ, അങ്ങനെ കുറെ ഐറ്റംസ് ഒന്നിച്ചുള്ള വീഡിയോസ് ആണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്, കാണണം കേട്ടോ. അപ്പൊ ഈ സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് സംഭവം. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താന്ന് മനസ്സിലായോ? ഇപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ഇത് വേറെ ഒന്നുമില്ല, ചക്കയാണ് കേട്ടോ, ചക്ക. അപ്പൊ ഇതൊരു ചക്ക. ഓക്കെ, ഇത് ഇവിടെ വെക്കട്ടെ. ഇല്ല പറ്റില്ല. ഒരു ചക്ക, ഇത് 2ാമത്തെ ചക്ക കേട്ടോ. 2 ചക്കയാണ്. അപ്പൊ ഇതെന്തിനാ കാണിച്ചേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ബന്ധുവീടുകളിലോ കണ്ടില്ലേ 2ാമത്തെ ചക്ക കേട്ടോ. ഓക്കെ, പിടിച്ച് മുളിഞ്ഞും പറ്റുന്നുണ്ട് കയ്യിൽ ചെറുതായി. അപ്പൊ ഇത് 2ാമത്തെ ചക്ക കേട്ടോ. അപ്പൊ 2 ചക്കയാണ്. ഇത് എന്തിനാ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ബന്ധുവീടുകളിലോ അറിയണ സ്ഥലത്ത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴായിരിക്കും ചക്ക കാണുന്നത് അല്ലെ. നമുക്ക് ചക്ക ഉണ്ടാവുന്നുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴും അല്ല, എപ്പോഴാണെങ്കിലും നമുക്ക് വീട്ടിൽ ചക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ചക്ക കാണുമായിരിക്കും. അപ്പൊ നമ്മളോട് പറയും, അയ്യോ നിങ്ങൾ ചക്ക കൊണ്ടുവെക്കുമെന്നൊക്കെ അവർ ചിലപ്പോൾ പറയും നമ്മളോട്. അപ്പൊ നമുക്ക് ചക്ക ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ചക്ക കൊണ്ടുപോകണമല്ലോ എന്നുള്ള ആഗ്രഹവും തോന്നും. പക്ഷേങ്കിൽ നമ്മൾ ചിലപ്പോൾ വല്ല ബസ്സിനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല ബൈക്കിനോ ബസ്സിനോ ഒക്കെ ആണെങ്കിൽ, ബൈക്കിനാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയും വെച്ചുകൊണ്ട് പോരാ അല്ലേ. പക്ഷെ ബസ്സിനോ പോകുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ചക്കയൊക്കെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചക്ക ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. ഇത് മിക്കവാറും ആളുകൾക്ക് അറിയായിരിക്കും. ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് പൊളിഞ്ഞും പറ്റുന്നുണ്ട് കേട്ടോ. ഈ ചക്ക എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചക്ക വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചുള മാത്രമായിട്ട് കൊണ്ടുവരാൻ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നുള്ള കുഴപ്പം എന്നാ വെച്ചാൽ, നമ്മൾ കുറെ ദൂരെ നിന്നൊക്കെയാ വരുന്നെങ്കിൽ ഈ ചക്കയ്ക്ക് ചെന്നീർ ഓടുക എന്ന് പറയും. അതായത് വേറൊരു ടേസ്റ്റ് ആണ്. അങ്ങനെയല്ലേ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. ചെന്നീർ ഓടുക എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കും. അപ്പൊ അതുപോലെ ഇങ്ങനെ മുറിച്ചൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മുറിയൊക്കെ വന്നിട്ട് അതൊരു സുഖമില്ലാത്ത രീതിയിലേക്ക് ആയിപ്പോകും. പക്ഷേങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഇവിടെ ചക്ക ചെത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മുടെ പണ്ടത്തെ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പുള്ള കഴിഞ്ഞ വർഷത്തെ ചക്ക സീസണിൽ ചക്ക ഇങ്ങനെ ചെത്തുന്ന ഒരു വീഡിയോ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്കയുടെ റെസിപ്പി ചെയ്തപ്പോൾ ചക്ക ചെത്തുന്ന അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തി ചെത്തുന്ന രീതിയിൽ. അപ്പൊ എനിക്ക് ഇന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പൊ അവിടെ കുറെ ചക്ക ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പക്ഷേങ്കിലും 2-3 ബസ്സൊക്കെ കയറി വേണം വരാനായിട്ട്, സ്റ്റാൻഡിൽ ഇറങ്ങണം. അപ്പൊ തൊടുപുഴ സ്റ്റാൻഡിലൊക്കെ ഞാൻ ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ ഈസി ആയിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ സാധനമാണ് ഈ ചക്ക. ഓക്കെ, അപ്പം ഈ ചക്ക ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ചക്ക മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേടായി പോകും. ഒന്ന്. 2ാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്
മൊത്തത്തോടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ചക്കയൊക്കെ ഞാൻ ഫുള്ളായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബസ്സിലൊക്കെ കയറ്റി കൊണ്ടുവരാൻ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ പുറത്തെ എന്താ കരിന്തൊലിയും കുറച്ചങ്ങ് കയറ്റി അങ്ങ് ചെത്തി. കണ്ടോ, ഏതാണ്ട് ചക്കയുടെ അറ്റം വരെ വന്ന രീതിയിൽ ഞാൻ ഈ ചക്ക മുഴുവൻ അങ്ങ് ചെത്തി കഴിഞ്ഞപ്പോൾ ഇതിന്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. കണ്ടില്ലേ? അപ്പൊ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ചക്ക എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെച്ചേക്കണ ചക്ക ഉരുണ്ട് പോരുന്നുണ്ട് കേട്ടോ. അതാണ് സംഭവം. ഈ 2 ചക്ക എനിക്ക് ഈസി ആയിട്ട് എനിക്ക് കവറിന്റെ അകത്തിട്ട് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ നിങ്ങൾ ഈ ചക്ക ചെത്തുമ്പോൾ ഒരു കാര്യമുണ്ട്, നല്ല ബിഗ് ഷോപ്പറിന്റെ അകത്തൊന്നും ഇട്ടുകൊണ്ട് പോരല്ലോ. ഒന്നുകിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ വട്ടയിലോ ഇലയോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ബിഗ് ഷോപ്പറിൽ വെക്കുക. അതല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും ഇട്ടിട്ട് കൊണ്ടുവരിക. അപ്പോഴും മുളിഞ്ഞീന് ഇങ്ങനെ പറ്റി പിടിക്കത്തില്ല. ഇന്ന് ചെത്താനായിട്ട് വളരെ എളുപ്പമാട്ടോ. നമ്മുടെ ചെറിയ കത്തി, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈസി ആയിട്ട് അങ്ങ് ചേന്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതിന്റെ തൊലി നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ചക്ക അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കൊത്തി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ നമുക്ക് ചക്ക ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെത്തി കൊണ്ടുവന്ന ചക്ക കണ്ടില്ലേ, ഇങ്ങനെ കൂഞ്ഞിന്ന് നമ്മൾ വാക്കത്തി കൊണ്ട് ഇങ്ങനെ തട്ടി നമുക്ക് മുഴുവൻ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അല്പസമയത്ത് ചക്കയുടെ ഒരു ചുള പോലും മുറിഞ്ഞു പോകാതെ, ചക്കക്കുരു ഒന്നും മുറിഞ്ഞു പോകാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചക്ക നന്നാക്കി എടുക്കാനും എളുപ്പമായിരിക്കും ഇങ്ങനെ ചക്ക കൊണ്ടുവന്നാൽ. ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. അപ്പൊ നിങ്ങൾ ബന്ധു വീട്ടിൽ അറിയുന്ന ആൾക്കാരുടെ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ അവര് പറയും, ദേ ഇവിടെ ചക്ക നിപ്പുണ്ട്. ചോദിച്ചു, പക്ഷെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം, ദൂരെയൊക്കെ കൊണ്ടുപോകണ്ടേ ചക്ക എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നേരെ അയ്യോ കുഴപ്പമില്ല, ചക്ക ഇങ്ങനെ തന്നേക്കാൻ പറയും. ഞാനിപ്പോ കൊണ്ടുവന്നിട്ടില്ല, 2 ചക്ക ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചക്കയുടെ മൊത്തം തൊണ്ട് മൊത്തം അങ്ങ് ചീന്തി അങ്ങ് കളയുക. ഇതുപോലെ ഈസി ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഈ വെയിറ്റിന് ഭയങ്കര കുറവുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ബിഗ് ഷോപ്പറിൽ പിടിച്ച് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ തൊഴിലുള്ള ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും ഒക്കെ വന്നിട്ട് അത്രയും ദൂരം 2-3 വണ്ടി മാറി കയറിയാണ് വന്നത്. അപ്പൊ ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾക്കും ആരെങ്കിലും എവിടെയെങ്കിലും ചക്ക കാണുവാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ചക്ക തന്നോളൂ, ഞാൻ കൊണ്ടുപോക്കോളാം, ബസ് അത് നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ചക്ക വാങ്ങി ഇതുപോലെ ചെത്തുക, കവറിലാക്കുക, കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് ചക്ക ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ രാത്രിയിൽ ചക്ക ഇവിടെ മീൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ മീൻ വാങ്ങിച്ചായിരുന്നു, മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചക്ക കൊണ്ടുവന്നത് സത്യം പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കണേ. ചക്കപ്പുഴുക്ക് മീൻകറിയാണ് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഫുഡ്. അപ്പൊ അത് നന്നായിട്ട് കുഴഞ്ഞു കേട്ടോ. ഇളക്കാനൊക്കെ ഭയങ്കര മല്ലായി കേട്ടോ. അത്രയ്ക്ക് നല്ല ചക്കയായി. നല്ല അതിനോട് മഴ പെയ്യാനുള്ള ചക്ക ഇതുപോലെ കുഴച്ചെടുക്കണം ചക്ക. നമ്മൾ ചക്ക കുക്കറിൽ വെച്ചോ അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചോ വേവുമ്പോ ചക്ക ഇങ്ങനെ കുഴഞ്ഞൊന്നും കിട്ടത്തില്ല. അത് വെള്ളം കൂടുതൽ ഒഴിക്കുന്നോണ്ടാ. അതെന്താ ചക്ക നമ്മൾ രണ്ടാമത് തുടിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ തവിക്കണ വെച്ചോ, തണുപ്പിക്കണേക്കാൾ നല്ല തുടിപ്പ് തന്നെയാണ്. ആ തുടിപ്പ് വെച്ച് ഇങ്ങനെ ഇളക്കി ചക്ക കൂട്ടണം. കപ്പയാണെങ്കിലും ഇങ്ങനെ ഇളക്കി കൂട്ടിക്കഴിഞ്ഞാലാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇളക്കി കൂട്ടി നന്നായിട്ട് എടുത്തു കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നല്ല മീൻകറിയോ നല്ല ബീഫ് കറിയോ ഒക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.